ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LDCയുമായിട്ട് ബന്ധപ്പെട്ട ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇതിനു മുമ്പേ നമ്മൾ 2 ക്ലാസ്സസ് ചെയ്തിരുന്നു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ. അത് 2 ക്ലാസ്സസ് ചെയ്യുന്നു. മാക്സിമം ചോദ്യങ്ങൾ കഴിഞ്ഞ തിരുവനന്തപുരം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ പരീക്ഷകളിൽ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ക്ലാസ്സസ് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി എക്സാം എഴുതുന്ന പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാർ മാക്സിമം ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത് കാണുന്നത് ഒപ്പം കൂടെ തന്നെ ഇതിന് മുമ്പ് ഇട്ട നമ്മുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ 2 ക്ലാസ്സസ് ഉണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിടാം. അതോടെ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫെയർ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്, അതോടെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമൻ. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 7ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടോ. തുടർച്ചയായി ഏഴാം തവണ കേട്ടോ. ആ ഒരു റെക്കോർഡ് നിർമ്മല സീതാരാമന് കിട്ടി. തുടർച്ചയായി 7ാം തവണ ആണ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? മൊറാർജി ദേശായി ആണ്. പക്ഷേ അദ്ദേഹം തുടർച്ചയായി 7ാം തവണ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായി 7ാം തവണ അടുത്തിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പറയണം നിർമ്മല സീതാരാമൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? US ആണ്, അമേരിക്കയിലാണ്. അപ്പോൾ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഏതാണ്? USA ആണ്. അതുപോലെ തന്നെ ജേതാക്കൾ അർജൻറ്റീനയാണ്. നമുക്കറിയാം അർജൻറ്റീന ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അർജൻറ്റീന ലയണൽ മെസ്സി. നമുക്കെല്ലാവർക്കും അറിയാം, മെസ്സി അറിയാത്ത ആരുമില്ല. അപ്പം നമ്മുടെ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി USA അമേരിക്കയിലാണ്, US-ലാണ്. അതുപോലെ തന്നെ ജേതാക്കളായിട്ട് വന്നത് അർജൻറ്റീനയാണ് കേട്ടോ. ജേതാക്കൾ അർജൻറ്റീനയാണ്. അപ്പോൾ അതുപോലെ തന്നെ 2024 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ജർമ്മനിയാണ് കേട്ടോ. യൂറോ കപ്പ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. ഇത് ഓർത്ത് വെക്കാമല്ലോ. 2024 കോപ്പ അമേരിക്ക എന്ന് ഓർക്കുമ്പോൾ തന്നെ അങ്ങ് ഓർത്തോ, US ആയിരിക്കും വേദി എന്നങ്ങ് ഓർത്തോ. അപ്പം ക്ലിയർ ആവുക. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി US, ജേതാക്കൾ അർജൻറ്റീന. 2024 യൂറോ കപ്പ് കണ്ടോ. മറ്റേടത്ത് കോപ്പ അമേരിക്കയാണ്, ഇത് യൂറോ കപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ജർമ്മനിയാണ്. ജേതാക്കൾ സ്പെയിനാണ്. അപ്പോൾ 2024 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? ജർമ്മനിയാണ്. ജേതാക്കൾ ആരാണ്? സ്പെയിൻ. ക്ലിയർ അല്ലേ? അടുത്തത് 2023 ഫീമ ബാലസാഹിത്യ പുരസ്കാര ജേതാവാരാണ്? M. മുകുന്ദനാണ് കേട്ടോ. അപ്പോൾ 2023 ഫീമ ബാലസാഹിത്യ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ പറയണം M. മുകുന്ദൻ. അതുപോലെ തന്നെ 2023 വ്യാസ സമ്മാൻ പുരസ്കാര ജേതാവാരാണ്? പുഷ്പഭാരതി. ഹിന്ദി എഴുത്തുകാരിയായ പുഷ്പഭാരതിയാണ് 2023 വ്യാസ സമ്മാൻ പുരസ്കാര ജേതാവ്. പുഷ്പഭാരതി. അടുത്തത്: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ: 2024 G20 ഉച്ചകോടി വേദി എവിടെയാണ്? 2024 G20 ഉച്ചകോടി വേദി ആവുന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ. ബ്രസീലിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് 2021 G20 ഉച്ചകോടി ഇന്ത്യയിലും, 2024 G20 ഉച്ചകോടി എവിടെയാണ്? ബ്രസീലിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ആ നഗരോടൊന്ന് പഠിച്ചു നോക്കണം. റിയോ ഡി ജനീറോ, ബ്രസീൽ കേട്ടോ. അപ്പോൾ 2024 G20 ഉച്ചകോടി വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ കേട്ടോ. അടുത്തത്: രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെ? നമ്മുടെ കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വേദികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI കോൺക്ലേവ് നടന്നത് കൊച്ചിയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? KP ശർമ്മ ഓലിയാണ് കേട്ടോ. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഓലിയാണ്. പിന്നെ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ: 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൻ്റെ ജേതാവാരാണ്? കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസ് ആണ് 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൻ്റെ ജേതാവായിട്ട് വരുന്നത്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോകാം. 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരാണ്? ഡോക്ടർ പൂനം ഗുപ്ത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരാണ്? ഡോക്ടർ പൂനം ഗുപ്ത.
അടുത്തത് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാരാണ്? ആർ വൈശാലി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ആർ വൈശാലിയാണ് കേട്ടോ, ആർ വൈശാലിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരൊന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലോടൊന്ന് ജോയിൻ ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിലോടൊന്ന് മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാരാണ്? ആർ വൈശാലി. പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, ചോദിക്കാൻ ഇനിയും ചാൻസ് കൂടുതലാണ്. ആർ വൈശാലി. വൈശാലി എന്താണ്? ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി കേട്ടോ. അടുത്തത് 13ാമത്തെ ചോദ്യം. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 വേദി എവിടെയാണ്? രാജസ്ഥാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമായ ധർമ്മ ഗാർഡിയൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ധർമ്മ ഗാർഡിയൻ 2024 എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറയണം ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 വേദി എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാൻ. ഏത് രാജ്യത്തെ പ്രസിഡന്റായാണ് ആൻഡ്രി റെജോലിന വീണ്ടും ചുമതലയേറ്റത്? മഡഗാസ്കർ. നമുക്കറിയാം നമ്മുടെ അടുത്ത് വയ്ക്കുന്ന ഒരു രാജ്യമാണ് മഡഗാസ്കർ. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏത് രാജ്യത്തെ പ്രസിഡന്റായാണ് ആൻഡ്രി റെജോലിന വീണ്ടും ചുമതലയേറ്റത്? മഡഗാസ്കർ ആണ്. മഡഗാസ്കർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചിക 2023 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഐസ്ലൻഡാണ് കേട്ടോ, ഐസ്ലൻഡ്. അപ്പോൾ എന്താണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചിക 2023 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഐസ്ലൻഡാണ് കേട്ടോ, ഐസ്ലാൻഡ്. അതുപോലെ തന്നെ നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാരാരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ് കേട്ടോ, മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അപ്പോൾ നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് അതോടെ ഓർത്ത് ചെയ്യണേ. നിലവിലെ ക്ലബ്ബ് നമുക്കറിയാം ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഉണ്ട്, അതുപോലെ ക്ലബ്ബ് ലോകകപ്പ്. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അതുപോലെ തന്നെ എന്താണ് ബാഴ്സലോണ, റിയൽ മാഡ്രിഡ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതാണ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അതാണ് ഇവിടെ ചോദിക്കുന്നത്. നിലവിലെ ഫിഫ ക്ലബ്ബ് കേട്ടോ, ഫിഫ ക്ലബ്ബ് നോട്ട് ചെയ്ത് വെച്ചോണേ. ചിലപ്പോൾ ഓപ്ഷനിൽ അർജൻറ്റീന എന്നൊക്കെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ തെറ്റിക്കാൻ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. നിലവിലെ ഫിഫ ക്ലബ്ബ് കണ്ടോ, ക്ലബ്ബ് ഓർത്ത് വെച്ചോണേ. നിലവിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാരാരാണ്? മാഞ്ചസ്റ്റർ സിറ്റി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തിയ ഇന്ത്യൻ താരമാരാണ്? ആർ പ്രഗ്യാനന്ദ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചോ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? ആർ പ്രഗ്യാനന്ദ. അടുത്തത് 2023 ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു? അപ്പോൾ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു? 2023 ഏഷ്യൻ ഗെയിംസ് ലോകകപ്പിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു? 4ാം സ്ഥാനമായിരുന്നു കേട്ടോ. മെഡൽ പട്ടികയുടെ ഇതിലാണ് 4ാം സ്ഥാനമായിട്ട് വരുന്നത്. മെഡൽ പട്ടികയുടെ ഇതിലാണ് 4ാം സ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 2023 ഏഷ്യൻ ഗെയിംസിന് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? ഏഷ്യൻ ഗെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഭയങ്കര ചാൻസ്. 19ാം ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു നടന്നത് കേട്ടോ. ആ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമായിരുന്നു ലഭിച്ചത്. അതുകൂടെ ഓർത്ത് വെച്ചോ. പിന്നെ 1ാം സ്ഥാനം വരെ അതുപോലെ തന്നെ ഒന്നാമതെത്തിയത് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചൈനയാണ് കേട്ടോ. ഒന്നാമതെത്തിയത്, രണ്ടാമതെത്തിയത് ജപ്പാനും, മൂന്നാമതെത്തിയത് ദക്ഷിണ കൊറിയയും, 4ാമതാണ് നമ്മുടെ ഇന്ത്യ ഫിനിഷ് ചെയ്തത് മെഡൽ പട്ടികയിൽ. ഇന്ത്യക്ക് ആകെ ഇന്ത്യക്ക് 107 മെഡലുകൾ കിട്ടിയിട്ടുണ്ടോ. ഇന്ത്യ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം എന്ന് ചോദിക്കുമ്പോൾ പറയണം 107. ഓർത്ത് വെച്ചോ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 107 മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. 107 മെഡലുകളിൽ 28 സ്വർണവും 38 വെള്ളി, 41 വെങ്കലം. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 2023 ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഫിനിഷ് ചെയ്തത് ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ടോട്ടൽ 107 മെഡലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 1ാം സ്ഥാനത്ത് വന്നത് ചൈനയാണ്. പിന്നെ വേദി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹാങ്സോ ആണ്. ചൈനയിലെ ഹാങ്സോ ആണ് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയായിരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നിലവിലെ CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയുടെ ഡയറക്ടർ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ CBI ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ. അതുപോലെ നമ്മുടെ പ്രധാന പദവികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് മാക്സിമം കാണാൻ ശ്രമിക്കുക. വളരെയധികം ഉപകാരപ്പെടും, 1 മാർക്ക് കിട്ടുന്നതാണ്. അപ്പം
നമ്മൾ എല്ലാ ടോപ്പിക്കും കറണ്ട് അഫയർ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിലവിലെ CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ് കേട്ടോ. പ്രവീൺ സൂദ് മറക്കല്ലേ, നിലവിലെ CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക അതിർത്തിയിലെ ഭാഷ ഏതാണ്? ബ്യാരി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി. അപ്പോൾ കാസർഗോഡുകാർ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തിടെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ബ്യാരി കേട്ടോ, ബ്യാരി. ഈ ബ്യാരി ഭാഷ കാസർഗോഡ് ഏരിയയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ SK വസന്തൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു പോയിൻ്റാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? SK വസന്തൻ. അപ്പോൾ SK വസന്തൻ്റെ ജസ്റ്റ് എത്ര പ്രധാന രചനകളെന്ന് ഓർത്ത് വെച്ചാണ്. SK വസന്തൻ്റെ പ്രധാന രചനകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, അതുപോലെ തന്നെ നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ എന്ന് ഓർത്തു വെക്കണം. ഡോക്ടർ SK വസന്തൻ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2022 ആരായിരുന്നു? സേതുവായിരുന്നു. 2021 P. വത്സല കേട്ടോ, അതുകൊണ്ട് ഓർത്ത് വെച്ചാണ്. പിന്നെ സാഹിത്യ രംഗത്ത് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, പൗരന്മാർക്കിടയിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി ഹർ ഘർ തിരങ്ക കേട്ടോ. അപ്പോൾ പൗരന്മാർക്കിടയിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പൗരന്മാർക്കിടയിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നേതൃത്വം നൽകിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. അപ്പോൾ അതേ കണക്ട് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. നമ്മൾ പഠിച്ചതാണ്. ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. ആന സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്, ഒരു ജീവിയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ആനയാണ് മെയിനായിട്ട് ആകർഷണമായിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആന സാംസ്കാരികമായിട്ട് അടുത്തിരിക്കുന്നൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. മറക്കല്ലേ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേന്ദ്രമന്ത്രിമാരുടെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്, മാക്സിമം കാണാൻ ശ്രമിക്കുക. വളരെയധികം ലളിതമായിട്ട് കോഡുകൾ ഉപയോഗിച്ചാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്തത്, കേരളത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച ആദ്യ മുനിസിപ്പാലിറ്റി ഏതാണ്? പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. അപ്പോൾ പയ്യന്നൂരുകാർ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാർഡിലും ലൈബ്രറി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. കേരളത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിൽ. അതുപോലെ തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ? പ്രകാശ് ശ്രീവാസ്തവ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ? പ്രകാശ് ശ്രീവാസ്തവ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഡൽഹിയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലാണ് കേട്ടോ, ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ കടുത്ത ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ഉജ്ജീവനം പദ്ധതി. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ വർഷം തന്നെ നടന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ കേരളത്തിൻ്റെ കടുത്ത ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ഉജ്ജീവനം കേട്ടോ, ഉജ്ജീവനം. അടുത്തത്, കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തൊടുപുഴയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തൊടുപുഴയിലാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത്. പിന്നെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ വനിതാ കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഭോപ്പാലാണ്. ഭോപ്പാൽ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഭോപ്പാലാണ് കേട്ടോ, ഭോപ്പാൽ. അപ്പോൾ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ വനിതാ കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, എവിടെയാണ്? ഭോപ്പാലാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ആയിട്ട് ഈ വർഷം നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. റിപ്പീറ്റ് അടിക്കാം. 2023 വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? വിയറ്റ്നാമിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2023 വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വിയറ്റ്നാമിലാണ് കേട്ടോ, വിയറ്റ്നാമിലാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇനിയും നമ്മൾ 2-3 ക്ലാസ്സസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ. അതെന്തായാലും പരീക്ഷയ്ക്ക് മുമ്പേ, അതായത് 31ാമത്തെ എക്സാമിന് മുമ്പ് നമ്മൾ 2-3 ക്ലാസ്സസ് ഇടുന്നതാണ്. മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒട്ടുമിക്ക എല്ലാ കറണ്ട് അഫയർ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും നമ്മൾ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്, ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ. അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലൊന്ന് മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിലാണ് നമ്മൾ അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ. താങ്ക് യു ഓൾ.